തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ പൊന്നി കൃഷ്ണൻ. ഡോക്ടർ, എന്താണ് ഈ ഭക്ഷ്യവിഷബാധ? ഭക്ഷ്യവിഷബാധയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പഴകിയതും കേടായതുമായ ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ സൂക്ഷിക്കുകയോ ഉണ്ടാക്കുകയോ ചെയ്യുന്ന ഭക്ഷണത്തിലൂടെ വിഷകാരികളായ സൂക്ഷ്മാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴാണ് സാധാരണ ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നത്. അപ്പോൾ ചില ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ, പാരസൈറ്റുകൾ അല്ലെങ്കിൽ ചില രാസവസ്തുക്കൾ ഇവയാണ് സാധാരണയായി ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, സമീപകാലത്ത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് സാൽമോണല്ല, ഷിഗല്ല, ക്യാമ്പൈലോബാക്ടർ, നോറോ വൈറസ്, ഈകോളൈ മുതലായവയാണ് സാധാരണഗതിയിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്ന അണുക്കൾ. ഇവയിൽ തന്നെ ഈ സാൽമോണല്ല, ഷിഗല്ല, അതുപോലെ തന്നെ സ്റ്റഫൈലോകോക്കസ് ഇവയെല്ലാം തന്നെ പാലുൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ ഇറച്ചി, മുട്ട എന്നിവയിലാണ് കൂടുതലായി കാണുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഭക്ഷ്യവിഷബാധ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല ലെവലിലാണ്. അതായത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് മുതൽ, അതായത് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് പറയുകയാണെങ്കിൽ അത് ഒരു ഭക്ഷണം, അതായത് ഇറച്ചി കട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന്, ഇറച്ചി ആദ്യമേ ഉണ്ടാക്കിയ കട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മുതൽ അത് പാചകം ചെയ്യുന്ന സ്ഥലത്ത്, അത് വിതരണം ചെയ്യുന്ന സ്ഥലത്ത്, അത് വിതരണം ചെയ്ത് അത് കഴിക്കുന്ന ആളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ മുതൽ എല്ലാ സ്ഥലങ്ങളിലും അതിന്റെ പല ഘട്ടങ്ങളിൽ, ഇത് ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഭക്ഷണത്തിൽ വിഷബാധ ഉണ്ടാകാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ നോൺ വെജിറ്റേറിയൻ ഫുഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് ഇറച്ചി കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സ്ഥലം വൃത്തിഹീനമാണെങ്കിൽ, അതുപോലെ കുക്ക് ചെയ്യുന്ന സ്ഥലം, അത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് അത് കട്ട് ചെയ്യുന്ന കട്ടിംഗ് ബോർഡുകൾ, കത്തികൾ, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ആള്, ഫുഡ് ഹാൻഡ്ലേഴ്സ് ആണ് ഒരു പ്രധാന ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്നതിൽ ഫുഡ് ഹാൻഡ്ലേഴ്സിന് ഒരു പ്രത്യേക റോളുണ്ട്. അതായത് അത് ഉണ്ടാക്കുന്ന ആള്, അത് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പും അത് പാചകം ചെയ്ത് കഴിഞ്ഞിട്ടും കൈകൾ വൃത്തിയായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഒരു 20 സെക്കൻഡെങ്കിലും, പ്രത്യേകിച്ചും എന്ത് വെജിറ്റേറിയൻ ആണ്, നോൺ വെജിറ്റേറിയൻ ആണ്, എന്ത് ഭക്ഷണമാണെങ്കിലും അത് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പായി, ഭക്ഷണം പാചകം ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി ഒരു 20 സെക്കൻഡെങ്കിലും നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷവും കൈകൾ വൃത്തിയായി കഴുകണം. അല്ലെങ്കിൽ ക്രോസ് കണ്ടാമിനേഷൻ, ഒരു അടുത്ത ഭക്ഷണം എടുക്കുമ്പോൾ ഇതിനകത്തുള്ള ദോഷകാരികളായ അണുക്കൾ ഉണ്ടെങ്കിൽ അത് അടുത്ത ഭക്ഷണം എടുക്കുമ്പോഴേക്കും അതിലേക്കും ഇത് പകരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈകളുടെ വൃത്തി പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പും ഉണ്ടാക്കിയതിന് ശേഷവും കൈകൾ വൃത്തിയായി 20 സെക്കൻഡെങ്കിലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാനായി പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇത് ഭക്ഷണം ഉണ്ടാക്കുന്ന കട്ടിംഗ് ബോർഡുകൾ, കട്ട് ചെയ്യുന്ന കത്തി, ഇവയെല്ലാം ഓരോ ഉപയോഗത്തിന് ശേഷവും, ഓരോ പ്രാവശ്യവും ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം അത് വൃത്തിയായി കഴുകുന്നുണ്ട് എന്ന് ഉള്ളത് ഉറപ്പുവരുത്തണം. അടുത്തതെന്ന് പറയുന്നത് വേർതിരിക്കൽ എന്ന് പറയും നമ്മൾ. അതായത് ഈ കുക്ക്ഡ് ഫുഡും അൺകുക്ക്ഡ് ഫുഡും നമ്മൾ രണ്ടായി. ഇപ്പോൾ ഈ അന്വേഷണം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം അന്വേഷണം നടത്തിയാൽ പാടില്ല. നിരന്തരമായിട്ട് ഈ വലുത് തൊട്ട് ചെറിയ വഴി ഏത് തട്ട നട വരെ എല്ലാം ഒരുപാട് അന്വേഷണം ഉണ്ടാവും. ഒന്നുകൂടെ പറയാം. അതായത് ഈ വലിയ ഹോട്ടലായാലും ചെറിയ ഹോട്ടലായാലും നിരന്തരമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടായെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് മാത്രം ഇതെങ്ങനെ ഉണ്ടായിരുന്ന കാര്യമില്ല. അതെ, തീർച്ചയായിട്ടും. അത് നമ്മളെല്ലാവരും തന്നെ ഒരു ഉപഭോക്താവ് എന്നുള്ള നിലയിൽ നമ്മൾ ഭക്ഷണം കഴിക്കും ഗുണനിലവാരത്തെ കുറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒരു പുറത്തൊരു സാധനം വാങ്ങിക്കുമ്പോൾ, ഒരു ഹോട്ടലിൽ നിന്നോ ഒരു ബേക്കറിയിൽ നിന്നോ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അത് ഗുണനിലവാരമുള്ളതാണോ, ആ ഒരു ഹോട്ടലിന്റെ പരിസരം എങ്ങനെയുള്ളതാണ്, അല്ലെങ്കിൽ ആ ഫുഡിന്റെ എക്സ്പയറി ഡേറ്റ്, ഇതെല്ലാം നമ്മുടെ ഭാഗത്തു നിന്നുകൂടി ഒരു കാര്യക്ഷമമായിട്ട് ശ്രമിച്ചാൽ മാത്രമേ തടയാൻ പറ്റുകയുള്ളൂ. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളത് തീർച്ചയായും വേണം. അതുപോലെ തന്നെ ഹോട്ടൽ അധികാരികളും അല്ലെങ്കിൽ ആ ഫുഡ് ഉണ്ടാക്കുന്നവരും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഡോക്ടർ, ഈ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ ചില ആളുകൾ ഈ വീടുകളിൽ തന്നെ പാക്കറ്റുകളിൽ ലഭ്യമാകുന്ന നൂഡിൽസ് പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ സ്ഥിരമായി കഴിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അത്തരത്തിലുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാകാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ ഇതൊരു ഭക്ഷ്യവിഷബാധയിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ടോ?
നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഇത് എന്ത് സാധനങ്ങൾ നമ്മൾ വാങ്ങുമ്പോഴും അതിന്റെ എക്സ്പയറി ഡേറ്റ്, അതിന്റെ ഡ്യൂറേഷൻ ഓഫ് കുക്കിംഗ്, എത്ര സമയം അത് കുക്ക് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം അതിന്റെ വെളിയിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പല ആൾക്കാരും എക്സ്പയറി ഡേറ്റ് നോക്കാതെയാണ് സാധനങ്ങൾ വാങ്ങുന്നത്. നമ്മൾ എന്ത് സാധനങ്ങൾ വാങ്ങുമ്പോഴും അതിന്റെ എക്സ്പയറി ഡേറ്റ് കൃത്യമായി നോക്കുക. അതുപോലെ തന്നെ അതിന്റെ കുക്കിംഗ് മെത്തേഡ്സ്, അത് എത്ര സമയം അത് കുക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ പൊതുവെ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഫാറ്റി ലിവർ ഒക്കെ വളരെ കൂടുതലാണ്. ഈ പറയുന്ന ഫാസ്റ്റ് ഫുഡുകൾ അവോയ്ഡ് ചെയ്ത് നമ്മുടെ തനതായ ഭക്ഷണശൈലിക്ക് മടങ്ങി പോകുന്നതാണ് നല്ലത്. പക്ഷെ നമുക്ക് എത്രത്തോളം അതിന് പ്രാക്ടിക്കൽ ആണെന്നുള്ളതാണ്